എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ടില്ലെങ്കിൽ ബയോടെക്നോളജി. അപ്പോൾ ബയോടെക്നോളജി പഠിച്ചിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ച്, അതായത് ഈ ഒരു ബയോളജി അതുപോലെ തന്നെ ബയോടെക്നോളജി അതുപോലെ ഇതും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് എന്നിവ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരം ഇന്ന് രാത്രി 11:59 അവസാനിക്കും. അപ്പോൾ നിലവിൽ ആ ഒരു ഡേറ്റിന് നീട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി 11:59 മുമ്പായിട്ട് വിദ്യാർത്ഥികളുടെ ഈ ഒരു മാർക്കുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ കാണാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നൽകി ആക്സസ് കോഡ് നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് അത് മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അതിൽ കാണുന്ന പ്രകാരം നിങ്ങളുടെ മാർക്ക്, അതായത് ഈ വർഷം +2 കഴിഞ്ഞ വിദ്യാർത്ഥികളുടേതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാർക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് നോക്കി അത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക. അതേസമയം അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താണ് തെറ്റുള്ളത് ആ ഒരു കാര്യം, അതായത് എഡിറ്റ് ഓപ്ഷൻ, അത് ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക മാർക്ക്. അതിനുശേഷം നിങ്ങളുടെ +2 ആ ഒരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് വിദ്യാർത്ഥികളുടെ ആ ഒരു മാർക്ക് ചേഞ്ച് പരിഗണിക്കുള്ളൂ. അതുപോലെ മറ്റ് ബോർഡുകളിൽ നിന്ന് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ അതിൽ പറഞ്ഞ പ്രകാരമുള്ള ഫോമാറ്റിൽ നിങ്ങളുടെ ആ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് രാത്രി 11:59 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സമയം ലഭ്യമാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷയല്ല, +2 മാർക്ക് നൽകാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫാർമസിയുടേത് ആണെങ്കിൽ ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ കീമിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം ആണ്, അതായത് ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ നൽകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ നിലവിൽ വന്നിട്ടില്ല. അത് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നാറ്റ എക്സാമിനേഷൻ, അതായത് ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ എലിജിബിലിറ്റിയാണ് നാറ്റ എക്സാമിനേഷൻ. അത് ക്വാളിഫൈ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അതിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിലവിൽ ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിൻ്റെയും അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിൻ്റെയും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് ഈ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നിലവിൽ സർക്കുലറൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു മാർക്കുകൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികളുടെ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഈ ഒരു സമയം ഇന്ന് രാത്രി 11:59 വരെയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.